ഇത് ഒരു യാത്രയാണ്. ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര. അവരുടെ ഓർമ്മകളിലൂടെ, കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ, അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക്. ഇത്തിരിപ്പോന്ന ഈ കൊച്ചുപുര ഒരു ചരിത്ര സ്മാരകമാണ്. പ്രസിദ്ധമായ കുറേ നാടകങ്ങളുടെ ഈറ്റില്ല തറയാണിത്. കേരളത്തിലെ നാടകപ്രേമികൾ നിറകൈകളോടെ ആഘോഷിച്ച ഒരു പിടി ജനപ്രിയ നാടകങ്ങളുടെ കാവ്യരങ്ങ് ഈ കൊച്ചു വീടായിരുന്നു. ഇവിടെയായിരുന്നു വൈക്കം മാളവിക എന്ന കേരളത്തിലെ അതിപ്രശസ്തമായ നാടക ട്രൂപ്പിന്റെ റിഹേഴ്സൽ ക്യാമ്പ്. പോയ കാലത്തിന്റെ മധുര സ്മരണകളുമായി വൈക്കം മാളവികയുടെ ജീവാത്മാവും പരമാത്മാവുമായ ഉടമ ഇവിടെ നമ്മളോടൊപ്പമുണ്ട്. ഇത് മാളവിക ജോൺ എന്ന TK ജോൺ. നടനും നാടകകൃത്തും സംവിധായകനുമൊക്കെയായി അരനൂറ്റാണ്ടോളം രംഗവേദിയിലെ നക്ഷത്രമായിരുന്നു ഈ കലാകാരൻ. നാടകത്തിനായി സമർപ്പിക്കപ്പെട്ട ജീവിതം. പക്ഷേ ഇന്ന് ഈ അഭിനേതാവ് അനാരോഗ്യം കൊണ്ട് അരങ്ങൊഴിഞ്ഞു നിൽക്കുകയാണ്. 18ാമത്തെ വയസ്സിലാണ് ആദ്യമായി നാടകം കളിക്കുന്നത്. അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നത് വടകോട് ഹെഡ്മാസ്റ്റർ മത്തായി സാറാണ്. മത്തായി സാർ ഒരു നാടക നടനായിരുന്നു. ഇപ്പോൾ തൻ്റെ ശിഷ്യഗണങ്ങളിൽ കുറേ പേരെങ്കിലും നാടകരംഗത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും 6-7 പിള്ളേരെ പനമ്പള്ളി പോകുന്നവൻ്റെ മോനെല്ലാം അവിടെ പഠിച്ചിരുന്ന സമയമാണ്. പുള്ളി ഒരു നടനായിരുന്നു. പിന്നെ PPKയുടെ സജീവ്, പുള്ളി ഒരു നടനായിരുന്നു. ഒക്കെ നടന്മാരാക്കിയത് മത്തായി സാറാണ്. വീട്ടിലെ എതിർപ്പായിരുന്നു. ഒരു സമ്പന്നമായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ വീട്ടിലെ എതിർപ്പ് ഓഹിക്കാതെ മത്തായി സാറ് വൈക്കത്ത് വന്ന് ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞ് സമ്മതം വാങ്ങിച്ചുകൊണ്ടാണ് ആദ്യം നാടകം കളിക്കുന്നത്. അമച്ചർ നാടകം കളിച്ച് കാലാക്ക കുമാരൻ വന്ന് നാടകം ഉദ്ഘാടനം ചെയ്തു. അന്ന് എൻ്റെ അഭിനയം കണ്ടുകൊണ്ടാണ്. അപ്പോൾ കാളിദാസ് കലാമന്ദിരത്തിന് ഒരാളില്ലായിരിക്കുക ഡോക്ടർ നാടകത്തിൽ ഡോക്ടറായിട്ട് അഭിനയിക്കാൻ. അങ്ങനെയാണ് എന്നെ വിളിച്ചത്, കൊണ്ടുപോയത്. അതിനു മുമ്പ് പ്രൊഫഷണൽ നാടകവേദിയിലേക്ക് നമ്മൾ കാലൂന്നിയായിരുന്നു. അത് സ്വാമി ബ്രഹ്മോദൻ എഴുതിയ പഴശ്ശിരാജ എന്ന് പറഞ്ഞ നാടകം പഴയ തലമുറയിലെ ആൾക്കാർ അവതരിപ്പിച്ച് അതിനകത്ത് ചെറിയൊരു വേഷം എനിക്കും കിട്ടി, ഒരു കുറിച്യ ചെറുക്കനായിട്ട്. കുണ്ടറവാസി, ചേർത്തല വാസവക്കുറുപ്പ്, കുത്തിയോടി രാഘവൻപിള്ള, അഗസ്റ്റിൻ ജോസഫ് എന്നിവരൊക്കെയായിരുന്നു നടികളെന്നുള്ളവന്മാർ. അമ്പലപ്പുഴ മീനാക്ഷി അമ്മ. ആ ടീമിൻ്റെ കൂടെ നാടകം കളിക്കാനുള്ളൊരവസരം കിട്ടിയത്. അത് വൈക്കം രാജു എന്ന് പറഞ്ഞ നടനാണ് എന്നെ കൊണ്ടുപോയത്, ചാൻസ് വാങ്ങിച്ചു വന്നത്. സമ്പന്നമായ കുടുംബത്തിൽ പിറന്ന ഒരാൾ അല്ലലും അലച്ചിലുമില്ലാത്ത സുഖജീവിതം ഉപേക്ഷിച്ച് അഭിനയമോഹവുമായി വീട് വിട്ടിറങ്ങുകയായിരുന്നു. അഭിനയത്തോട് ജോണിന് ഭ്രാന്തമായ ആവേശമായിരുന്നു. അമച്ചർ നാടകങ്ങളിലൂടെ നടന വൈഭവം തെളിയിച്ച ശേഷമായിരുന്നു പ്രൊഫഷണൽ നാടകരംഗത്തേക്കുള്ള കാൽവയ്പ്. അക്കാലത്തെ പ്രഗത്ഭരായ അഭിനേതാക്കളോടൊപ്പം അരങ്ങ് പങ്കിടാൻ കഴിഞ്ഞത് ജോണിലെ നടന് ഭാഗ്യമായി. കണ്ടും കേട്ടും അനുഭവിച്ചും അഭിനയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചുമായിരുന്നു മുന്നോട്ടുള്ള യാത്ര. കാളിദാസ് കലാമന്ദിരത്തിലേക്ക് ഞാൻ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് 18 വയസ്സ് പ്രായം. കാലാക്കൽ കുമാരനാണ് കാളിദാസനിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് മലയാള നാടകവേദിയിലെ പ്രഗത്ഭരായ ആൾക്കാരാണ് കാളിദാസ് കലാമന്ദിരത്തിൻ്റെ ഓഫീസ് മുഴുവൻ ഇരുന്നത്. PK കുറുവൻ നായർ, K ബാലകൃഷ്ണൻ, തെങ്ങോം ബാലകൃഷ്ണൻ, കാമ്പശ്ശേരി കരുണാകരൻ, ONV കുറുപ്പ്, ദേവരായ മാസ്റ്റർ, ഇത്രയും പേരാണ്. എനിക്ക് തന്നെ ഭയമായി. രാത്രി തന്നെ തിരിച്ച് ഒളിച്ചു പോന്നാലെന്താന്നുള്ള തീരുമാനമുള്ളത്. പിന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് കാലാക്കൻ എൻ്റെ കൂടെ കിടന്നത്, രാത്രി ഒളിച്ചു പോരാതിരിക്കുക. അത് പിന്നെ അതുപോലെ നടന്മാർ തന്നെ നെല്ലിക്കോട് ഭാസ്കരൻ, മണവാളം ജോസഫ്, കാലാക്ക കുമാരൻ, വാലീസ് തിട്ടേൽ, വൈക്കം സുകുമാരൻ നായർ, കവിയൂർ പൊന്നമ്മയായിരുന്നു എൻ്റെ നായിക ആദ്യ ഡോക്ടർ നാടകത്തിലെ. അമ്മണിയമ്മ, പെരുന്നലീലാമണി,
വിജയകുമാരി, മാധവൻ്റെ ഭാര്യ വിജയകുമാരി, അവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് പെരുമാറും. എനിക്ക് എൻ്റെ ഭയം ഭയങ്കരമായിരുന്നു. ആദ്യമായിട്ട് പ്രൊഫഷണൽ നാടകത്തിലേക്ക് പോവുമല്ലേ, ആ ഭയം ഉണ്ടായിരുന്നു. ആ ഭയം ഇല്ലാതാക്കിയത് സത്യത്തിൽ മണവാളൻ ജോസഫും കാലാക്കകുമാരനും കൂടെ കൂടിയാണ്. ആദ്യകാലത്ത് സ്റ്റേജിൽ നടീനടന്മാർ മൈക്കിന്റെ ചുവട്ടിൽ നിന്നും മാത്രം അഭിനയിക്കുകയായിരുന്നു പതിവ്. ആ രീതിക്ക് മാറ്റം വരുത്തിയ അഭിനേതാവാണ് ടി.കെ. ജോൺ. കഥാപാത്രങ്ങൾ പ്രതിമകളാകരുതെന്നും സ്റ്റേജിന്റെ സാധ്യതകളറിഞ്ഞ് സഞ്ചരിക്കണമെന്നും ഇദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ജോൺ കാട്ടിയ വഴിയിലൂടെ മറ്റു കഥാപാത്രങ്ങളും സഞ്ചരിച്ചു തുടങ്ങിയതോടെ നാടകത്തിന് ചലനാത്മകമായ സൗന്ദര്യമുണ്ടായി. അഭിനേതാവായി തിളങ്ങി നിൽക്കുന്ന കാലത്ത് ജോൺ പത്രപ്രവർത്തകന്റെ വേഷവും അണിഞ്ഞു. ആ രംഗത്ത് വിജയമെഴുതാനാകാതെ പോയത് നാടകവേദിയുടെ ഭാഗ്യവുമായി. ജോൺ നാടക അരങ്ങിലേക്ക് തന്നെ മടങ്ങി വന്നു. ഒരു നടൻ പഠിച്ചിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് മൂവ്മെൻറ്റ്സ്, അത് കഴിഞ്ഞ് ഡയലോഗ് പ്രസൻറ്റേഷൻ. ഇത് രണ്ടും ഞാൻ സൂക്ഷ്മമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് മലയാള നാടകവേദിയിൽ എനിക്കുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ട്. കെ.ടി. മോഹനനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുന്ന നാടകകൃത്ത്. സംവിധായകനും അദ്ദേഹം തന്നെ. ഒന്നാമത് ഡയലോഗ് പ്രസൻറ്റേഷൻ്റെ സ്റ്റൈല് പറഞ്ഞു തരും. ഒരു സംവിധായകൻ ചെയ്തു കൊടുക്കേണ്ടത് അതാണ്. പിന്നെ ഡയലോഗ് പ്രസൻറ്റേഷൻ, ചലന ഭംഗി, അതിനൊക്കെ കെ.ടി. ഉമ്മേനെ പോലെ മിടുക്കന്മാർ വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആരും ഫോളോ ചെയ്തിട്ടില്ല. കഥാപാത്രങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ തന്നെ രൂപം കൊടുക്കുക, ഞാൻ തന്നെ അങ്ങനെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്.